നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. ഇൻട്രീം കോച്ചുമാരായ ടി പുരുഷോത്തമൻ, തോമസ് ഷോർസ് ദ്വയത്തിൻ്റെ കീഴിൽ 4 കളികളിൽ 3 ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചതോടുകൂടി ആരാധകർ വലിയ പ്രതീക്ഷയിലാണിപ്പോൾ. എന്നാൽ ഇന്നത്തെ കളി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെയാണ്. അത്ര എളുപ്പമാവില്ല എന്നെല്ലാവർക്കും അറിയാം. മികച്ചൊരു പോരാട്ടം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ കളി കാണുന്നതിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ കളി കൂടുതൽ ആവേശകരമായിട്ട് നമുക്ക് വീക്ഷിക്കാൻ പറ്റും. എല്ലാ മാച്ച് ഡേകൾക്ക് മുമ്പും നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യാറുണ്ട്. സ്റ്റാറ്റ്സ് മാറ്റർ. ഈ സ്റ്റാറ്റ്സ് അറിഞ്ഞിരിക്കണം, ഈ കണക്കുകൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കളി കാണാൻ പറ്റും. നിലവിൽ നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് പോയിൻ്റ് പട്ടികയിൽ 9ാം സ്ഥാനത്താണ്. 16 കളികളിൽ നിന്ന് 20 പോയിൻ്റാണ് കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളതെങ്കിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഉള്ളത് 5ാം സ്ഥാനത്താണ്. 16 കളികളിൽ നിന്ന് 24 പോയിൻ്റ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനുണ്ട്. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വിജയിച്ചാൽ 23 പോയിൻറ്റിലേക്ക് എത്താൻ പറ്റും, 7ാം സ്ഥാനത്തേക്ക് ഉയരാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത്. അത് സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഹോം മത്സരങ്ങളിൽ ഇപ്പോൾ കുറച്ചുകൂടി മികച്ച പ്രകടനം നടത്തുന്നുണ്ട്. നോക്കുക, കഴിഞ്ഞ 2 ഹോം മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് 3 ഗോളുകൾ എക്സാക്ട്ലി ബ്ലാസ്റ്റേഴ്സ് സ്കോർഡ് ത്രൈസ് ഇൻ ബോത്ത് ഓഫ് ദെയർ ലാസ്റ്റ് 2 ഹോം മാച്ചസ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഏറ്റവും അധികം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ടീമുകളുടെ കൂട്ടത്തിൽ നോർത്ത് ഈസ്റ്റും കേരള ബ്ലാസ്റ്റേഴ്സുമാണ് 1ഉം 2ഉം സ്ഥാനങ്ങളിലുള്ളത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നും ഒരു ഹൈ സ്കോറിംഗ് മത്സരം കണ്ടാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഇന്നത്തെ മത്സരത്തിൽ കൂടി ഒരു 3+ ഗോൾ നേടാൻ പറ്റുകയാണെങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ISL അങ്ങനെ ഒരു വിജയം നേടാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ 3 കൺസിക്യൂട്ടീവ് ഹോം വിൻസ് വിത്ത് 3+ ഗോൾസ് ഫോർ ദി ഫസ്റ്റ് ടൈം ഇൻ ISL ഹിസ്റ്ററി. അത് നേടാൻ പറ്റുമോ? തുടർച്ചയായ 3 ഹോം മത്സരങ്ങളിൽ 3 അതിലധികമോ ഗോളുകൾ അടിച്ച് വിജയിക്കുക, ആ റെക്കോർഡിൻ്റെ തൊട്ടരികിലാണ് ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് എന്നർത്ഥം. ദെൻ സെറ്റ് പീസുകൾ ബ്ലാസ്റ്റേഴ്സിനൊരു പ്രശ്നമാണ്. ബ്ലാസ്റ്റേഴ്സിന് കിട്ടുന്ന സെറ്റ് പീസുകൾ ഗോളാക്കാൻ ബുദ്ധിമുട്ടുന്ന നമ്മൾ ഇത്തവണ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ കളിയിലൊക്കെ അനവധി കോർണറുകൾ കിട്ടിയിട്ട് എന്ത് ഫലമുണ്ടായി? ഒന്നും ഉണ്ടായില്ല. അതേസമയം എതിരാളികൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ വലയിലേക്ക് സെറ്റ് പീസുകളിലൂടെ ഗോൾ എത്തിക്കുന്നു. നോക്കുക, 13 ഗോളുകളാണ് സെറ്റ് പീസുകളിൽ നിന്ന് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് വഴങ്ങിയിട്ടുള്ളത്. അത് മോസ്റ്റ് ഇൻ ദി ലീഗാണ്. ലീഗിൽ ഇത്രയധികം ഗോളുകൾ സെറ്റ് പീസ് വഴി വഴങ്ങിയിട്ടുള്ള മറ്റൊരു ടീമില്ല. അതേസമയം അലാദിൻ അജേറെ പോലെയുള്ള ഒരു താരം മറുഭാഗത്തുണ്ട് എന്നുള്ളത് കൂടി ശ്രദ്ധിക്കുക. ബ്ലാസ്റ്റേഴ്സിൻ്റെ സെറ്റ് പീസിൽ നിന്നുള്ള ഈ ഒരു വീക്ക്നെസ് മുതലെടുക്കാൻ മറുഭാഗത്ത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ശ്രമിക്കും എന്ന കാര്യം ഉറപ്പാണ്. ഹൈലൻഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ 31 ഗോളുകളാണ് ഈ സീസണിൽ അടിച്ചിട്ടുള്ളത്. എന്ന് പറയുമ്പോൾ ജോയിൻ്റ് ഹയസ്റ്റ് ടാലിയാണ് ലീഗിൽ. ലീഗിൽ ഏറ്റവും അധികം ഗോൾ അടിച്ചവരുടെ കൂട്ടത്തിൽ അവർ തലപ്പത്തുണ്ട് എന്നർത്ഥം. അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് നമുക്കറിയാം, 27 ഗോളുകൾ സോഫാർ കൺസീഡ് ചെയ്തിട്ടുണ്ട്. സോ അജറി ഇപ്പോൾ 20 ഗോൾ കോൺട്രിബ്യൂഷൻസുമായിട്ട് ചാർട്ടിൽ തലപ്പത്ത് നിൽക്കുകയാണ്. ജിതിൻ MS മികച്ച പ്രകടനം നടത്തുന്നു. ഇതെല്ലാം കൂടി ചേരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിന് പിടിപ്പത് പണിയാവും എന്നുണ്ടാവുക എന്നുള്ളത് ഉറപ്പാണ്. ഈ 2 ടീമുകൾ തമ്മിലുള്ള ഹെഡ് ടു ഹെഡിൻ്റെ കണക്ക് നോക്കിയാൽ 21 മത്സരങ്ങൾ നടന്നിട്ട് ബ്ലാസ്റ്റേഴ്സ് 8 കളികൾ വിജയിച്ചിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 5 മത്സരങ്ങളാണ് വിജയിച്ചത്. ബാക്കി 8 മത്സരങ്ങൾ സമനിലയിലാണ് അവസാനിച്ചത്. ബ്ലാസ്റ്റേഴ്സിന് കൃത്യമായ ആധിപത്യമുണ്ട് എന്നർത്ഥം. ഇത് നോക്കുക, ചില കീ മൈൽ സ്റ്റോണുകളുടെ തൊട്ടരികിലാണ് ചില താരങ്ങൾ. ബ്ലാസ്റ്റേഴ്സിൻ്റെ മിന്നും യുവതാരം 18-കാരൻ കോറു സിംഗ്. കഴിഞ്ഞ കളിയിലും അദ്ദേഹത്തിൻ്റെ വക അസിസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ 5 ഹോം മത്സരങ്ങൾ അദ്ദേഹം ഈ സീസണിൽ കളിച്ചതിൽ 4 അസിസ്റ്റുകൾ അദ്ദേഹം കുറിച്ച് കഴിഞ്ഞു. ഇനിയൊരു അസിസ്റ്റ് കൂടി അദ്ദേഹം ഇന്ന് എങ്ങാനും കുറിക്കുകയാണെങ്കിൽ ISL ഇപ്പോൾ നോക്കുക, 3 കൺസിക്യൂട്ടീവ് ISL ഹോം മത്സരങ്ങളിൽ അസിസ്റ്റ് നൽകുന്ന ആദ്യത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായിട്ട് അദ്ദേഹത്തിന് മാറാൻ പറ്റും. ആ റെക്കോർഡിൻ്റെ തൊട്ടരികിലാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ 18-കാരൻ പയ്യൻ. അതേസമയം അജാരിയുടെ കാര്യത്തിൽ ഒരു ഗോളോ അസിസ്റ്റോ ഇന്ന് അദ്ദേഹം നേടുകയാണെങ്കിൽ ഹൈലൻഡേഴ്സിനായിട്ട് ഹയസ്റ്റ് ഗോൾ കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള താരമായിട്ട് അദ്ദേഹം മാറും. ഫെഡറിക്കോ ഗയേഗോയെ മറികടക്കാൻ പറ്റും. കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ സൂപ്പർ താരം നോഹ് സദോയി നോക്കുക, മറുഭാഗത്തേക്ക് എതിരാളികളുടെ നേരേക്ക് 33 ഷോട്ടുകൾ ഉതിർത്തിട്ടുണ്ട്. സദോയി ഹാസ് സ്കോർഡ് 7 ഗോൾസ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ 5 അസിസ്റ്റുകളുമുണ്ട്. സോ മിന്നും ഫോമിലാണ് അദ്ദേഹം ഉള്ളത്. ഈ കണക്ക് വർദ്ധിപ്പിക്കുക എന്നത് തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ചുരുക്കത്തിൽ
ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ഭാഗത്തും നിരവധി ഫയർ പവർ മുന്നേറ്റത്തിലുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഡിഫൻസ് എന്താവുമെന്നുള്ളതാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് പൊതുവെയുള്ളൊരു ആശങ്ക. അത് ഇന്നും തുടരുന്നുണ്ട് ആശങ്ക. ആ ആശങ്കക്കപ്പുറമുള്ളൊരു പ്രകടനം ഡിഫൻസും ഗോൾ കീപ്പറും കാഴ്ചവെച്ചാൽ ബ്ലാസ്റ്റേഴ്സ് ഇന്ന് വിജയിച്ച് കയറിയാൽ അത് വലിയ സന്തോഷമായിരിക്കും ആരാധകർക്കുണ്ടാക്കുക. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.